ഇന്ന് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാനാ ഒറ്റക്കല്ല കേട്ടോ. ഷിനിക്കാക്ക ഉണ്ട്. ഷിനിക്കാക്ക ഇന്ന് രാവിലെ വർക്കിന് പോയതാട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക്. അപ്പോൾ അവിടെ നിന്ന് ആൾ പണി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഇങ്ങോട്ട് വന്നതാട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇക്കാക്ക് ഇന്ന് വരുമെന്നൊന്നും. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞും കൂടി ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ കണ്ടപ്പോൾ നെട്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം ആൾ വർക്കിന് പോയിട്ട് ഇതുവരെ ഇങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ആൾ ലോങ് അല്ലേ വർക്കിന് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം നെട്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിനിക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം ചെമ്മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയിട്ട് അതൊലിച്ച് വേഗം പൊരിച്ച് പിന്നെ താത്തൻ്റെ അടുത്ത് കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഇക്കാക്ക് വന്നപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് വേഗം അങ്ങോട്ട് ചെമ്മീനൊക്കെ പൊരിച്ചു ഫുഡൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഇക്കാകനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഇന്ന് ഷൂ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ ഷൂ അയച്ചിട്ടാനും കൂടിയാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ഷൂ ഒക്കെ മേളിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ വേഗം അടിച്ചാടി തുടച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എനിക്ക് കുളിക്കാനുള്ള മേലെ കഴുകാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തണുപ്പത്ത് മേലെ കഴുകാനൊരു മടി, കാരണം ഈ പനിയല്ലേ. അപ്പോൾ ഞാനിതാ വേഗം ചൂടാക്കി മേലൊക്കെ കഴുകി പിന്നെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് ഇറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിന്ന് ചോറ് കഴിക്കാൻ തോന്നുന്നില്ല. ഞാനപ്പോൾ ഇന്നൊരു ഓട്സ് അങ്ങോട്ട് കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അത് ഓട്സ് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാനിതാ ഒരു ഞാലിപ്പൂവനുണ്ടല്ലോ അത് വേഗം ഒന്ന് സ്ലൈസായിട്ട് അരിഞ്ഞിടുക കേട്ടോ. ഇനി അത് അങ്ങനെ ഇടുന്ന ചീനു പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് പോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിതാ ഓട്സൊക്കെ നല്ലോണം വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട്. മധുരം ഉപ്പൊക്കെ നോക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാൻ എനിക്ക് ഓട്സ് ഒന്നും കഴിക്കാൻ മൂടില്ല. കാരണം പനിയായിട്ട് വായിക്കൊന്നും ഒരു രുചി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മരുന്ന് കഴിക്കുകയല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ തലയിറങ്ങി എവിടെയെങ്കിലും സൈഡാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഓട്സ് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഓട്സൊക്കെ എടുത്ത് ഞാൻ എന്താ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു വീട് വീഡിയോസ് പുതിയതായിട്ടായാലും കാണുന്നത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയിട്ട് ബൈ.